2 പിള്ളേരെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയത്. അപ്പോൾ ഒത്തിരി വണ്ടി കഴിഞ്ഞിട്ടും വണ്ടി ഒന്നും നിർത്തിയില്ല. അപ്പം ഞാൻ നിർത്തി. അന്നേരം അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി വണ്ടി കയറ്റി വിട്ടു. അവരെ ഞാൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലാക്കുകയും ചെയ്തു. അജ്ജു എൻ്റെ കൈ 2 കൂടെ പുറകിട്ട് പിടിച്ചു. മാഡം തല്ലിക്കോളാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം ചോദിച്ചു ഇടിയെന്നും പറഞ്ഞാണ് എനിക്കിട്ട് ആദ്യം എനിക്കിട്ട് തല്ലു മോന്തിക്കിട്ട്. 35 ദിവസം ഞാനവിടെ കിടന്നു. അന്നത്തെ എനിക്ക് ജാമ്യം കിട്ടിയത്. ഞാൻ ഡോർ വിളിയപ്പോഴേ അജ്ജു പിടിച്ച് കടിച്ചതാ. എൻ്റെ പേര് റീന മത്തായി, സ്ഥലം മോറ്റുപുഴ പെരുമിഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരെ കൊച്ചുമായിട്ട് തൃശ്ശൂർക്ക് പോകുമായിരുന്നു. പോയി തൃശ്ശൂർ കൂട്ടുകാരെ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞ ശേഷം കൂട്ടുകാരുടെ അമ്മയായിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് പോരുമായിരുന്നു. അന്നേരം 2 പിള്ളേരെ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയത്. അപ്പോൾ ഒത്തിരി വണ്ടി കഴിഞ്ഞിട്ടും വണ്ടി ഒന്നും നിർത്തിയില്ല. അപ്പം ഞാൻ നിർത്തി. അന്നേരം അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി വണ്ടി കയറ്റി വിട്ടു. അവരെ ഞാൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലാക്കുകയും ചെയ്തു. അത് ആ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി ഒന്ന് ഇടിക്കുകയും ചെയ്തു. അപ്പോൾ പോയ സമയത്ത് പറഞ്ഞു അവരെ അഡ്മിറ്റ് ആക്കിയിട്ട് വന്നിട്ട് ട്രാഫിക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പരാതി കൊടുത്തിട്ട് കൊല്ലൂർ എൻ്റെ കൂട്ടുകാർ ഫ്ലാറ്റിൻ്റെ താഴെ വന്ന് വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആരാണ്ട് വിളിച്ചു പറഞ്ഞു, ആരാണ്ടെ കൊന്നിട്ട് വണ്ടി കഴുകുമെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഞാൻ വണ്ടി കഴുകിക്കൊണ്ട് പെട്ടെന്ന് പോലീസ് വണ്ടി വന്നു. പോലീസ് വണ്ടി വന്നു കഴിഞ്ഞ് നിഷ എന്ന് പറഞ്ഞ മാഡവും അജ്ജു ഇങ്ങടെ ഓടി വന്നു. നീ ആരെ കൊന്നിട്ട് വന്ന് വണ്ടി കഴുകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരും കൊന്നിട്ടില്ല, ഇന്നമാതിരി സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ ട്രാഫിക് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം ചോദിച്ചു ഇടിയെന്നും പറഞ്ഞാണ് എനിക്കിട്ട് ആദ്യം എനിക്കിട്ട് തല്ലു വന്നു മോന്തിക്കിട്ട്. അത് 2ാമത്തെ തല്ലിയാൽ കൈ കയറി പിടിച്ചു. ഇനി തല്ലിയാൽ വിവരം അറിയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അജ്ജു എൻ്റെ കൈ 2 കൂടെ പുറകിട്ട് പിടിച്ചു. മാഡം തല്ലിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ മേത്ത് തൊടാൻ കൂലാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു നീ പോരാ വണ്ടി പോരാൻ പറഞ്ഞാൽ എന്നെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. അവർ കാറ് കൊടുത്തോട്ട് പോരുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ 2 ഡോറും പോയായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും നിഷമ്മാടം ഭയങ്കര കസരത്തായിട്ട് അടിക്കാൻ വന്നപ്പോൾ അവിടെ എന്നെ അറിയാവുന്ന സാറിനായിരുന്നു മോറ്റർ സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന. ആ സാർ പറഞ്ഞു വേണ്ട, റീനോടെ അടുത്ത് മുട്ടാൻ നിൽക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങനെ കിടന്ന് കസർക്ക് ചെയ്ത പുള്ളിക്കാരുതി. ഞാനൊന്നുമില്ല, എന്നെ അവിടെ ഇരുത്തി പിറ്റേ ദിവസം രാവിലെ എന്നെ വിട്ടയച്ചു. അന്നേരം പറഞ്ഞു വണ്ടി ഒന്നും വിടില്ലാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോവുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് റെജിമോ സാറ് വിളിക്കണത് എന്നെ. അപ്പോൾ ഞാൻ ട്രാഫിക് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണല്ലോ വന്നത്. വണ്ടി ഇവിടെ ഹാജരാക്കണം, അവരുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇന്നമാതിരി സംഭവം വണ്ടി ഇന്ന സ്റ്റേഷനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ റെജിമോ സാറ് വിളിച്ചിട്ട് ഇന്നമാതിരിയുള്ള സംഭവം നടന്ന വണ്ടിയാണ്, അത് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയെന്നോ എന്തോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുക്കുന്നു, ട്രാഫിക് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. വണ്ടി എനിക്ക് വിട്ടു തരുകയും ചെയ്തു അന്ന് തന്നെ. പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അജുവിൻ്റെയും നിഷയുടെയും പേർക്ക് എല്ലാവർക്കും, മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാവർക്കും മേളിലേക്ക് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തു. ഇവർ 2 പേർക്ക് സസ്പെൻഷൻ കിട്ടിയതിന് ശേഷം ഒരു വർഷത്തോളം ആവാറായപ്പോഴത്തേക്കുമാണ് എന്നോട് ഷാജി സാർ ഓഫീസർ ഷാജി സാർ പറഞ്ഞു പിന്നെ ആ കേസിൽ നിന്ന് പിൻവലിക്കുക, നമുക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചെടുക്കാം, ജോലി മേടിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കേസ് പിൻവലിക്കാൻ പറഞ്ഞു. ഞാൻ പോയി പിൻവലിക്കുക. പിൻവലിക്കാൻ പറഞ്ഞു ഷാജി സാറ് അവിടുത്തെ CA ഓഫീസിൽ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാ ഇതാണല്ലോ ഇത്ര നാളായില്ലേ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് പരാതി ഇല്ലാന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയി എഴുതി കൊടുക്കുകയും ചെയ്തു. എഴുതി കൊടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ സാധാരണ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഷാജി സാറിൻ്റെ അടുത്ത് കയറാറുണ്ട് തൃശ്ശൂർക്ക് പോകുമ്പോൾ. അതുമാതിരി ഷാജി സാറിൻ്റെ അടുത്തിട്ട് ഞാൻ കയറി പോകണ അജ്ജു കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വണ്ടി എടുക്കണതിന് ഒപ്പാട് പുള്ളി പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ വണ്ടി ഫ്രണ്ട് വന്നിട്ട് പുള്ളി ആ ബോണ്ടിലേക്ക് ഒരൊറ്റ അടിയും കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പം ഞാനങ്ങോട്ട് പോകുന്ന സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 1 ഗിയറേ മാറുള്ളൂ. 2ാമത്തെ ഗിയർ മാറാനുള്ള സമയം കിട്ടിയില്ല. എന്ന് അവിടെ ഹമ്പുണ്ട്. ആ ഹമ്പുള്ള കാരണം നമുക്ക് സ്പീഡിന് പോകാനൊന്നും പറ്റില്ല. ആ ഹമ്പ് കടന്നിട്ട് നേരെ NH-ലേക്ക് കയറുന്നത്. അപ്പം 4 വരുന്ന ഒരു വഴിയത്. അവിടെ CC ക്യാമറയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഞാൻ വണ്ടി ഇടിച്ചില്ലോ എന്ന് അതിൽ നോക്കിയാലും അറിയാം. പുള്ളി ആ പോയിട്ട് എന്നെ ഇടിച്ചു എല്ലാം ചെയ്യുന്നതും പറഞ്ഞാൽ ഒച്ചയും വെള്ളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അന്യ നാട്ടിൽ ചെന്നിട്ടല്ലേ ഞാൻ ആ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയിട്ട് അവർ വണ്ടി എടുത്തോണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അതുകൊണ്ട് എന്നോട് ഞാൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, അജു എന്ന് പറഞ്ഞ പയ്യൻ. 2 പേരും ഇവിടെ ഇരുന്നോളാം. ഞാൻ പറഞ്ഞു
നിങ്ങൾക്ക് എന്നെ എൻ്റെ വണ്ടിയിലെ ആവശ്യം, അത് ഞാൻ ഇവിടെ നിൽക്കാം. ആ പയ്യനെ വിടാൻ പറഞ്ഞു. അവനെന്നെ തെറ്റ് ചെയ്തെന്ന് ചോദിച്ചു. വണ്ടി ഓടിച്ച് ഞാനാ, അവൻ്റെ സൈഡിൽ ഇരുന്നൊന്നല്ലേ ഉള്ളൂ. പിന്നെ എന്നിട്ട് വെച്ചു അവനെ അറസ്റ്റ് ചെയ്യുന്ന പ്രശ്നം വഷളാവട്ടെന്ന് തോന്നി. അങ്ങനെ ആ പയ്യനെ പറഞ്ഞു വിട്ടു. നാളെ രാവിലെ വന്നേരം ആളെ വിട്ടയച്ചേക്കാന്ന് തോന്നി. എന്നെ അവിടെ ഇരുത്തി, ഒരു ദിവസം ഇരുത്തി. അത് കഴിഞ്ഞ് അജു പോയി കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന പയ്യൻ പോയി കഴിഞ്ഞ ശേഷം അന്നേരം സ്റ്റേഷനിൽ വനിതാ പോലീസ് ഇല്ല. എന്നെ അവിടെ ഇരുന്ന സമയത്ത് വനിതാ പോലീസ് ഇല്ല സ്റ്റേഷനിൽ. അത് കഴിഞ്ഞപ്പോൾ വനിതാ പോലീസ് വരാൻ വേണ്ടി ഇവർ എന്നെ വണ്ടി കയറ്റിയിരുത്തി, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റിയിരുത്തപ്പോൾ ഗ്ലാസ് ഈ അജു വേറൊരു പോലീസുകാരനും കൂടെ. അത് ഈ സംഭവം നടന്നതിന് ശേഷം പുള്ളി എലിഞ്ഞ സ്റ്റേഷനിലുണ്ടായിരുന്നു ആ പോലീസുകാരൻ. എന്നിട്ട് ഈ ഡോറങ്ങ് അടച്ചിട്ട് ഒരു സ്പ്രേ അടിച്ചു വണ്ടിക്കകത്തേക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇടിക്കാനുള്ള പരിപാടിക്ക് അവർ സ്പ്രേ അടിക്കണമെന്നുള്ളത്. ഞാൻ വേഗം തന്നെ ഇങ്ങനെ ഡോറങ്ങ് തള്ളി. ഡോറ് തള്ളിയിട്ട് കാലുകൊണ്ട് ആയിട്ട് ഇവരിങ്ങനെ തള്ളി പിടിക്കുകയാണ് അടയ്ക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഡോറ് കൊള്ളപ്പോഴേ അജു പിടിച്ച് കടിച്ചതാ. അത് കഴിഞ്ഞിട്ടും പറഞ്ഞില്ല. അപ്പം ഞാൻ ആ കാലുകൾ ഒറ്റ തൊഴിയം കൊടുത്തു. അപ്പോൾ അവർ ഡോറങ്ങ് തുറന്നപ്പോൾ ഞാൻ പുറത്ത്. അത് കഴിഞ്ഞ ശേഷമാണ് വനിതാ പോലീസുമായിട്ട് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി. വീണ്ടും ഒരു എന്നെ ഇവിടെ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് വരാൻ പറഞ്ഞ് പയ്യൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറയാണ് ഇച്ചിരം കഴിയട്ടെ എന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കോടതി ഹാജരാക്കുമോ, അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുമെന്ന്. അപ്പം എന്നത്തിനാന്ന് ചോദിച്ചു. അത് ഇവർ പറയാനുള്ള. അപ്പോൾ ആ പയ്യനും ഭയങ്കര വിഷമം. അവിടെ തൃശ്ശൂരിൽ വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. ഇവരാകെപ്പാട് വെപ്രാളി. എവിടെ നിന്ന് പെട്ടെന്ന് അഡ്വക്കേറ്റാണ്. അപ്പോൾ കൂടെ ഉണ്ടാകുന്ന തൃശ്ശൂരുണ്ടായിരുന്ന പയ്യൻ ജോമോൻ എന്നാണ് എൻ്റെ പേര്. അവനെ പോയി അറിയാം. അപ്പം തന്നെ ബിനീഷേട്ടനെ പരിചയമുള്ള ജോസി മക്കലിൻ്റെ ബിനീഷേട്ടനെ പരിചയമുള്ള ബിനീഷേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകിപ്പോയി. 6:30 കോടതി ഹാജരാക്കിയിട്ടുണ്ട്. 5 മണിക്ക് മുപ്പാട് കോടതി ഹാജരാക്കിയെങ്കിൽ നമുക്ക് അവിടെ ജാമ്യം എടുക്കാൻ പറ്റും. 6:30 അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ മാനസികാവസ്ഥ മൊത്തം ഇതായിപ്പോയി. ഒരു കോടതി അത് കഴിഞ്ഞ് കോടതി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാനൊന്നും എനിക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ട് ഞാൻ പിടിച്ചു തന്നു. അത് കഴിഞ്ഞ് 35 ദിവസം ഞാനവിടെ കിടന്നു. എന്നിട്ട് എനിക്ക് ജാമ്യം കിട്ടിയത്. അപ്പം ഞാൻ ഈ അജുവിൻ്റെ പേർക്കും നിഷയുടെ പേർക്കും കേസ് കൊടുത്തതിൻ്റെ ചൊറുക്കാണ് ഇവർ തീർത്തത്. ഈ അജു ഞാൻ ഈ കോടതി ഈ വിസ്താരത്തിന് ചെല്ലുന്ന സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം പറഞ്ഞു ഞാൻ പിൻവലിച്ചേക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അജുവിനോട് പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ അജു എന്നോട് പറയും. ഫോണിൽ കൂടെ വിളിച്ചപ്പോഴും പറഞ്ഞു മത്തായിച്ചൻ എന്നൊന്നും ചെയ്തിട്ടില്ല. അജു സമ്മതിച്ചു. എന്നിട്ടാണ് അജു ഇതേ രീതിയിൽ അവിടെ എന്നിട്ട് ഞാൻ പ്രശ്നങ്ങൾ തീർന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നത്. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ജോയിസം വക്കീൽ നല്ലൊരു വക്കീലായ കാരണം കേസ് ബാധിച്ച് സാറിൻ്റെ സ്റ്റാഫുകളും കൂടെ നിന്ന് എന്നെ ജയിപ്പിച്ചു. അത്ര നല്ല സന്തോഷമുണ്ട്. നമുക്കതന്നെ സ്പ്രേ അടിക്കുമ്പോൾ കണ്ണൊക്കെ അടഞ്ഞു പോകൂലേ? അത് എന്ത് സ്പ്രേ? മുളക് സ്പ്രേ. മുളകിൻ്റെ അംശം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ കണ്ണ് തന്നെ അടയുള്ളൂ. പിന്നെ നമുക്ക് ആരാന്ന് അറിയില്ലല്ലോ, നമ്മൾ ഇടിക്കണേ ആരാന്ന് നമുക്ക് അറിയില്ലല്ലോ. പിറ്റേ ദിവസം അമ്മ കട തുറക്കാനായിട്ട് അപ്പം കൂടെ വന്നിട്ട് പയ്യനോട് എൻ്റെ കൂടെ പയ്യൻ വീട്ടിൽ വന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലങ്ങനെ അറിയിക്കാതെ രാവിലെ ഞാൻ പോരുന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് തോന്നുന്നത്. പിറ്റേ ദിവസം പത്രത്തിലിങ്ങനെ അമ്മ അടുത്തുള്ള കടയിലെ ചേട്ടൻ പറഞ്ഞു ഇതേ റീനയുടെ ഫോട്ടോ പത്രത്തിൽ പോകുന്നു. അപ്പോൾ തന്നെ അമ്മ ബോധം കിട്ടും. അമ്മയ്ക്ക് ആ പടം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സഹായം ഞാനേ ഉള്ളൂ. ചേച്ചി കല്യാണം കഴിച്ചു, ആങ്ങളെയും കല്യാണം കഴിച്ചു. അപ്പം ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പം അമ്മ എൻ്റെ കൂടെയാണ്. അമ്മ കേട്ടപ്പോഴുകൂടി ഭയങ്കര വിഷമമാണ്. ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് സന്ധിക്കപ്പെട്ട് വീട്ടിലെത്തണം എന്നുള്ളതാണ്. അതുവരെ ഇപ്പം എങ്ങും ഞാൻ പോകില്ല. എവിടെ പോയാലും മാക്സിമം നേരത്തെ വരാനായിട്ട് നോക്കും. ഇപ്പോൾ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചേച്ചി പിന്നെ കണ്ട് എപ്പോഴും ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കും എവിടെ എത്തി എന്നുള്ളത്. അത് പേടിയാണ്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പോയി കിടന്നു പൈസ പോയാലും നമുക്ക് വന്ന പേര് മാറാനല്ലേ ഏറ്റവും വേണ്ട. കാരണം കള്ളിമരം പള്ളി വീട്ടിൽ നിന്ന് വന്നാൽ അതിന് കള്ളി എന്നല്ല പേര് വരുള്ളൂ. അത് എത്ര മാറ്റിയാലും അതിന് പേര് മാറുമൊന്നുമില്ല. അന്നത്തെ SI ആലപ്പുഴ ആ ഭാഗത്തുള്ളതായിരുന്നു.
ഇതൊന്നും വേണില്ല. എസ് ഐ പറഞ്ഞു അത് ഞാൻ അജുനെ ഇടിച്ചെന്നും പറഞ്ഞാണ് ഇത് അത് കേസ് ചാർജ് ചെയ്തു. അപ്പൊ കുറ്റപത്രം വായിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടുന്ന് പച്ചക്കറി എടുത്തുകൊണ്ട് വരും കൂടെ. അപ്പൊ ഇവിടെ വിൽക്കും. ഒരുപാട് പ്രതിസന്ധികളിലും ഇവിടെ പച്ചക്കറി കടയുള്ള സമയത്തും ഇവിടുത്തെ സാമൂഹിക രോഗികൾ എൻ്റെ കടകൾ പല പ്രാവശ്യം കത്തിക്കുകയും ഒക്കെ ചെയ്താ. എന്നിട്ട് ഞാൻ എല്ലായിടത്തും പിടിച്ചു കയറി വന്നു. ഇപ്പോഴും ഞാൻ ശരിക്കും ഞാൻ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കയറി വന്നു. അറിഞ്ഞോണ്ട് ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം നമുക്കുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു മനക്കരുത്തുണ്ട് എനിക്ക് എന്തിനും. പിന്നെ ആങ്ങളുടെ പിള്ളേരായാലും ചേച്ചിയുടെ മോനൊക്കെ എല്ലാവരും കളിയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ജയിലിൽ പോയി കിടന്നതല്ലേ എന്നുള്ള രീതിയിൽ. എന്നാലും അത് ആ ഒരു ഇത് മാറി കിട്ടി പിള്ളേർക്ക്. നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യപ്പെട്ടല്ലോ. കോടതി മുഖാന്തരം ഞാൻ എല്ലാ പേപ്പറും ഡോക്യുമെൻറ്റും എല്ലാം അവിടെ എൻ്റെ അഡ്വക്കേറ്റിന് ജോലി സാറിനെ ഏൽപ്പിച്ചു. സാറാണ് അവിടെ എല്ലാ കാര്യം ചെയ്തത്. പിന്നെ എന്നെ വിസ്തരിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യങ്ങളും എന്താ സംഭവം എന്നുള്ള ഉള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇന്നമാതിരിയാണ് കാര്യങ്ങൾ, ഞാൻ തികച്ചും നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെയുള്ള വെച്ചാൽ നമ്മുടെ മനസ്സ് മൊത്തം തകർന്നു പോകും. നമ്മൾ ഈ ജയിലിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ള അറിവും ഈ ടി വിയിൽ കണ്ടുള്ള ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ലല്ലോ. അവിടെ പോയി 2 ആഴ്ചത്തേക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നിന്നുണ്ടായിരുന്നു. അവിടെ ഒരു ജയിൽ ശിക്ഷ കിടന്ന ഒരു പുള്ളിക്കാർ കാലൊടിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ. പുള്ളിക്കാരി നമ്മുടെ അടുത്തൊരു മെക്കിട്ട് കയറാനായിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാർഡൻ ഓടി വന്നു. പിന്നെ ആരും ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് വരുന്നൊരു പുള്ളിക്കാരി. എന്നാലും എനിക്ക് പേടിയില്ലായിരുന്നു കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ തിരിച്ചില്ലാന്ന് ഓർത്തല്ല വന്നേക്കണം. എൻ്റെ മേത്തോടെ എന്നെ പോലുള്ളവർ അവിടെ ജയിലിൽ ചെല്ലുന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. മറ്റുള്ളവരെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉല്ലാസയാത്രയ്ക്ക് വന്നവരെയാണ്. ഇവർ വന്നു ഇറങ്ങണം പോകും. ഇത് തന്നെ സംഗതി. അവർക്കൊരു ഇതുമില്ല. അവർ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടാണ് എല്ലാവർക്കും. അവർക്കൊരു വിഷയമില്ല. ഇപ്പം 1 മാസം 2 മാസം കൊടുന്നു കഴിയുമ്പോൾ അവർ അഡ്വക്കേറ്റ് ഒന്ന് ഇറക്കുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റില്ല. അബദ്ധത്തിലാകെ പോകുന്ന ആരായാലും ജയിലിനുള്ളിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ജാമ്യം കിട്ടണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഇല്ലെങ്കിൽ അവരുടെ മെമ്മറി മൊത്തം പോകും. പിന്നെ ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടാവും. അതിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. പിന്നെ ഞാൻ ആരുമായിട്ടും മിണ്ടാറില്ല. അങ്ങനെ കോണ്ടാക്റ്റും അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഒരിടത്ത് പോയി ഇരിക്കും. നമുക്ക് ആർക്കും ഒരു ശല്യമില്ല, ഒന്നുമില്ല. സ്ഥിരം പോകുന്നവർക്ക് അത് ഒരു രസം. അവിടെ ഈ വഴിയോര കച്ചവടം എനിക്ക് നേരത്തെ മുതൽ പച്ചക്കറി കച്ചവടമായിരുന്നു അവിടെ ഉന്തുവണ്ടിയിൽ. അന്ന് ആ സമയത്ത് അവിടെയുള്ള സാമൂഹിക രോഗികൾ എൻ്റെ കടകൾ കത്തിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേപ്പറും ഡോക്യുമെൻ്റും ഒക്കെ എൻ്റെ ഇരിക്കും. ഈ പുത്തുമൂശ അന്നിരുന്ന പോലീസ് ഓഫീസർമാരെല്ലാവരും എന്നോടൊപ്പം ഒന്ന് സഹകരിക്കുക. എൻ്റെ കട കത്തിച്ച് കളഞ്ഞപ്പോൾ അവിടുന്ന് എസ് ഐനെ പറഞ്ഞു വിട്ട് എസ് ഐ അതിന് പോലീസുകാരൻ ഇവിടെ നിന്ന് കട ഒക്കെ കെട്ടിച്ച് തരും. എല്ലാം ചെയ്തു. എല്ലാത്തിനും എനിക്ക് പോലീസുകാരിൽ നിന്നൊരു പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും ഒരു നിരാശ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷൻ ഇപ്പം ഞങ്ങളുടെ ഈ സ്റ്റേഷനിലാണെങ്കിൽ ഞാൻ അങ്ങനെ സംഭവം നടക്കില്ല. ഞാൻ ആർക്കും ഒരു ഉപകാരം ചെയ്യുന്ന ആളാണ്. ഇപ്പം എത്ര വലിയ കള്ളുകൂടിയനായാലും ഒരാൾ വണ്ടി ഇടിച്ച് കിടന്നാലും ശത്രു ആയാലും ശരി, നമ്മളായാലും മാക്സിമം വീട്ടിൽ കൊണ്ടുവിടാൻ നോക്കും. അറിയുന്നവരാണെങ്കിൽ. അല്ലാത്തവരാണെങ്കിൽ ഇത് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കും. ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ട്രാഫിക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല വാക്ക് കിട്ടിയോ? ട്രാഫിക്കിൽ നിന്ന് റെജിമോൻ സാറാണ് ഏറ്റവും കൂടുതൽ അന്ന് അവിടെ എന്നെ സഹായിച്ചത്. കൊല്ലൂർ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇവർ അറസ്റ്റ് ചെയ്തപ്പോഴും ആ സാറാണ് എന്നെ ഒരുപാട് സഹായിച്ചത്. ആ സാറിനോട് എത്ര പറഞ്ഞാലും തീർക്കാൻ പറ്റാത്ത കടപ്പാട് എനിക്കുണ്ട്. ബിന്ദുമാടത്തിനോടുണ്ട്. ഒരു കാരണവശാലും എന്നെ ബസ്സിൽ കയറ്റി കൊണ്ടുവരരുത്, കോടതി ഹാജരാക്കരുതെന്ന് പറഞ്ഞ് എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ പൈസ തരാട്ടോന്ന് പറഞ്ഞു. ഞാൻ പൈസ കൊണ്ട് കൊടുത്തിട്ടും മേടിച്ചില്ല. അത് വെച്ചിട്ട് ചില പോലീസുകാരില്ലേ, അവർ പിന്നെ സ്റ്റാർ ആയി കഴിഞ്ഞാലും മിടുക്കല്ലേ. പഴയ പോലീസുകാരെ പോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ള പോലീസുകാർ. ആണോ?
പഴയ പോലീസുകാരെ നല്ല മനുഷ്യർ, അവർ നമ്മൾ തെറ്റ് കയറ്റി അവർ പറയും മക്കളെ ഇങ്ങനെ ചെയ്യരുത്, ആവർത്തിക്കരുതെന്ന് പറയും. ഇവരങ്ങനെയല്ല, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവരെ ചുണ്ടു പിടിപ്പിക്കുക. ശാന്തമായൊരു വർത്താനം ഒന്നുമില്ല. സാക്ഷി പറഞ്ഞ പോലീസുകാരെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. അവർ തെറ്റുകാരെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ കൂടിയാണല്ലോ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അവിടെ കയറ്റിയത്. SI പറഞ്ഞ് അവരെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്നെ സാർ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് അവർ പറഞ്ഞു അതനുസരിച്ച് ഞാൻ ചെയ്തോളൂ. എന്നാൽ തള്ളിപ്പോയാൽ നമ്മൾ 35 ദിവസം പോയി കിടന്നില്ലേ, അത് ഏറ്റവും ഇല്ലാത്തൊരു തീരാ വേദനയാണ്.